വെൽക്കം. നമ്മൾ ലോസ് ഓഫ് മോഷന്റെ തിയറി എല്ലാം പഠിച്ചു. ഇപ്പൊ ലോസ് ഓഫ് മോഷനിൽ പലതരം പ്രോബ്ലംസ് ഉണ്ട്. സോ നമ്മൾ 3 തരം പ്രോബ്ലംസ് ആയിട്ടാണ് ഇനി വീഡിയോ വരാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ dp/dt എന്ന് പറയുന്ന ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിനുശേഷം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സസ് ഓൺ എ ആൻഡ് ബി. എയുടെയും ബിന്റെയും മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ നമ്മൾ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് സോൾവ് ചെയ്യാൻ. റീഡ് ചെയ്യുക, ഐഡിയ എന്താണെന്ന് ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ ഒരു ഗ്രാഫാണ് ഉള്ളത്. സോ ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരണം, 2 കാര്യങ്ങളാണ് ഗ്രാഫ് വെച്ച് ചോദിക്കാം. ഒന്നാമതായിട്ട് സ്ലോപ്പ് വെച്ചിട്ടുള്ളത്, രണ്ടാമതായിട്ട് ഏരിയ വെച്ചിട്ടുള്ളത്. സോ ഇവിടെ സ്ലോപ്പ് വെച്ചിട്ടാണെങ്കിൽ എന്താ ഉള്ളത്? സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ് ഗ്രാഫിന്റെ സ്ലോപ്പ് dy/dx. ഇവിടെ എന്ത് ഗ്രാഫ് തന്നത്? മൊമെന്റം ടൈം ഗ്രാഫ്. സോ ഇവിടെ dy/dx എന്ന് പറയുന്നത് dp/dt ആണ്. സോ ഇവിടെ dp/dt, ഒന്നാമത്തെ dp/dt എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇവിടെ y, ഇവിടെ x, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരുമാണ്? ടാൻ തീറ്റയും കൂടിയാണ്. എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ടാൻ തീറ്റയും നമ്മൾ സ്ലോപ്പ് ആയിട്ട് പറയും. സോ ഇതാണ് നമ്മൾ ഗ്രാഫിൽ മനസ്സിലാക്കേണ്ട ഐഡിയ, അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തലയിൽ വരേണ്ട കാര്യം. ഇനി നമ്മൾ ഐഡിയ നോക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ dp/dt ആണ് സ്ലോപ്പ്. അപ്പൊ ഇവിടെ ഈ dp/dt എന്ന് പറഞ്ഞത് ആരാണ്? ഫോഴ്സ് അല്ലേ? സോ നമുക്ക് ഇവിടെ എഴുതാം, സ്ലോപ്പ് ഓഫ് മൊമെന്റം ടൈം ഗ്രാഫ് ഈസ് ഫോഴ്സ്. മൊമെന്റം ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആരായിട്ട് വരും? ഫോഴ്സ് ആയിട്ട്. ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അറിയാം സ്ലോപ്പ് എന്താ dy/dx ആണ്. ഏത് ഗ്രാഫിന്റെ സ്ലോപ്പ് dy/dx ആണ്. ഇവിടെ dp/dt ആണ്. dp/dt എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ഫോഴ്സ് ആണെന്ന്. അപ്പൊ അത് കാണാൻ പഠിക്കാം. സ്ലോപ്പ് ഓഫ് മൊമെന്റം ടൈം ഗ്രാഫ് ഈസ് ഫോഴ്സ്. സോ ഇവിടെ ഈ പാർട്ടിക്കിൾ ബിന്റെ നമ്മൾ സ്ലോപ്പ് കാണാണ്, പാർട്ടിക്കിൾ ബിന്റെ സ്ലോപ്പ്. സോ അതെന്ന് പറയുന്നത് ആരാണ്? ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾ ബി ആണ്. അതെന്ന് പറയുന്നത് ആരായിട്ട് നമുക്ക് പറയാൻ പറ്റും? ടാൻ 30 ഡിഗ്രി അല്ലെ? എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. സോ ഫോഴ്സ് ഓഫ് ടാൻ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടി? ടാൻ 30 ഡിഗ്രി ഈക്വൽസ് 1/√3. സോ ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾ ബി എന്ന് പറയുന്നത് 1/√3 ന്യൂട്ടൺ ആണ്. ഇനി പാർട്ടിക്കിൾ എയുടെ മേലെ കാൽക്കുലേറ്റ് ചെയ്താലോ? ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾ എ ഈക്വൽസ് ടാൻ എത്രയാണ്? ഇതും 30 ഡിഗ്രി അല്ലേ? അല്ല, നമ്മൾ എന്താ പഠിച്ചത്? എക്സ് ആക്സുമായിട്ട് എത്ര ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്? സോ എക്സ് ആക്സുമായിട്ട് എത്ര ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്? ഇവിടെ 30, ഇവിടെ 30. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ടോട്ടല് 90 ഡിഗ്രി അല്ലെ? ടോട്ടല് 90 ഡിഗ്രി അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് 30, ഇവിടുന്ന് ഇങ്ങോട്ടും 30. അതിന്റെ അർത്ഥം ഇവിടുന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും? 30. കാരണം 30 + 30 + 30 ആണ് 90 ഡിഗ്രി ആവുക. സോ ഇവിടെ നമ്മൾ ഈ ടോട്ടൽ ആംഗിൾ വരാം 30 + 30 60 ഡിഗ്രിയാണ്. അതാണ് പാർട്ടിക്കിൾ എ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്നത്. സോ ടാൻ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ √3 ന്യൂട്ടൺ ആയി. ഇനി നമ്മളോട് ചോദിച്ചത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സസിന്റെ റേഷ്യോ ആണ്. സോ നമുക്കിവിടെ FA/FB എന്ന് ചെയ്യാം. സോ എന്താവും? FA എന്ന് പറയുന്നത് √3 ആണ്, FB എന്ന് പറയുന്നത് 1/√3 ആണ്. സോ എന്തായി? √3 മൾട്ടിപ്ലൈഡ് ബൈ √3/1 എന്നായി. അതായത് 3 ന്യൂട്ടൺ. 3 ന്യൂട്ടൺ എന്ന് പറയാം, ഇല്ല റേഷ്യോ എടുത്ത്. അപ്പൊ 3. സോ എന്തെങ്കിലും നമ്മൾ ചെയ്തതിന് പ്രശ്നമുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്യാം. യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആണ്, ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലായ കാര്യം എന്താണ്? സ്ലോപ്പ് ഓഫ് മൊമെന്റം ടൈം ഗ്രാഫ് ഫോഴ്സ് ആണ്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ നേരെ സ്ലോപ്പ് അല്ലെങ്കിൽ ഏരിയ. ഇവിടെ ഗ്രാഫായി തന്നത് മൊമെന്റം ടൈം ഗ്രാഫ് ആണ്. സോ dy/dx ആണ് സ്ലോപ്പ്. സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. സോ നമ്മൾ ഉപയോഗിച്ച ഐഡിയ സ്ലോപ്പ് ഓഫ് മൊമെന്റം ടൈം ഗ്രാഫ് ഈസ് ഫോഴ്സ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൊമെന്റം ടൈം ഗ്രാഫ് തന്നിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് 0 to 5 സെക്കൻഡ് വരെ. അതിനുശേഷം t² എന്ന് പറയുന്ന ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇവിടെയും ചോദിച്ചത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സിന്റെ റേഷ്യോ ആണ്. അറ്റ് t = 2 സെക്കൻഡ് ആൻഡ് t = 10 സെക്കൻഡ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണിത്? ഗ്രാഫാണ്. ഗ്രാഫിൽ ഇവിടെ സ്ലോപ്പ് ഉണ്ട്. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? dp/dt ആണ്. അത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എടുക്കാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല കർവ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേഷൻ ചെയ്യാം അല്ലെ? ഓക്കെ. സോ നമുക്ക് അത് റീഡ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഇവിടെ എഴുതി. രണ്ടാമതായിട്ട് നമ്മൾ ഇതിന്റെ ഏത് ഐഡിയ ആണ് ഉപയോഗിക്കുന്നത്?
അപ്പൊ ഇവിടെ നമ്മൾ പറയും സ്ലോപ്പ് ഓഫ് മൊമെന്റം ടൈം ഗ്രാഫ് ഈസ് ഫോഴ്സ്. അതേ ഐഡിയ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ 5 സെക്കൻഡിന്റെ ഉള്ളിൽ വരെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ടി ഇസിക്കൽ 2 സെക്കൻഡ് എന്ന് പറയുന്നത് ഈ 5 സെക്കൻഡ് ഉള്ളിൽ വരുന്നതാണ്. സോ ഇവിടെ ടി ഇസിക്കൽ 2 സെക്കൻഡിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? അറ്റ് ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ് എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി ആണ് അല്ലെ. അതെന്തെങ്കിലും നമുക്ക് എന്താന്ന് പറയാം? ടാൻ തീറ്റ എന്ന് പറയാം അല്ലെ. സോ ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു ടാൻ 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ. സോ 1 ന്യൂട്ടൺ ആണ് 0 to 5 സെക്കൻഡ് വരെയുള്ള ഫോഴ്സ്. അതിനുശേഷം ടി സ്ക്വയർ ആണ് ഗ്രാഫ്. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് 10 സെക്കൻഡ് ആവുന്ന സമയത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി ആണ്. നമ്മൾ ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്യാണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്നാവും. ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2t ആണ്. സോ ഇവിടെ 10 സെക്കൻഡിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 into 10 എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ ആയി. സോ 5 സെക്കൻഡ് വരെ എപ്പോഴും ഫോഴ്സ് 1 ന്യൂട്ടൺ ആണ്. 5 സെക്കൻഡിന് ശേഷം ഓരോ സമയം അനുസരിച്ചിട്ട് ഫോഴ്സ് മാറും. ടി സിക്കൽ 5 സെക്കൻഡിൽ ടി സിക്കൽ 6 സെക്കൻഡിൽ എത്രയാണ്? 2 into 6. ടി സിക്കൽ 7 സെക്കൻഡിൽ 2 into 7. ടി സിക്കൽ 8 സെക്കൻഡിൽ 2 into 8. 2 into 8. അങ്ങനെ ടി സിക്കൽ 10 സെക്കൻഡ് ആകുമ്പോൾ 20 ന്യൂട്ടൺ ആണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് റേഷ്യോ എന്താണെന്ന് പറയാം? ഫോഴ്സ് അറ്റ് 2 സെക്കൻഡ് ഡിവൈഡ് ബൈ ഫോഴ്സ് അറ്റ് 10 സെക്കൻഡ് വിൽ ബി ഈക്വൽ ടു 1/20. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ സമ്മറൈസ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഇവിടെ സ്ലോപ്പ് ഓഫ് മൊമെന്റം ടൈം ഗ്രാഫ് ആണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എടുക്കേണ്ടത് ടാൻ തീറ്റ ആയിട്ട്. പിന്നെ അത് കർവ് ആണെങ്കിൽ നമുക്ക് ആ കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. അത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊമെന്റം തന്നെയാണ് കേട്ടോ. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ വേറൊരാളുണ്ട്. അത് നമ്മൾ പഠിച്ച പി അല്ല. ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാലും മൊമെന്റം എന്ന് പറഞ്ഞാലും സെയിം ആളാണ്. ലീനിയർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ പി ഈസ് ഈക്വൽ ടു എ ടി മൈനസ് ബി ടി സ്ക്വയർ, വെർ എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ് ആൻഡ് ടി ഈസ് ടൈം. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. അതായത് എ ഒരു നമ്പർ ആയിരിക്കും 10, ബി അതേപോലെ വേറെ നമ്പർ ആയിരിക്കും 12. ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൊമെന്റം വെൻ ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾ ബിക്കംസ് 0, ഫോഴ്സ് വെൻ മൊമെന്റം ഓൺ പാർട്ടിക്കിൾ ബിക്കംസ് 0. സോ നമുക്ക് റീഡ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്താണ്? ഇവിടെ മൊമെന്റവും ടൈമും തമ്മിലുള്ള റിലേഷനാണ് തന്നത്. സോ നമുക്ക് ഫോഴ്സുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട് അല്ലെ. മൊമെന്റം, ഫോഴ്സ്, മൊമെന്റം, ടൈം, ഈ കാര്യങ്ങളാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ വരണം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണ്ടത് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും. കാരണം ഇവിടെ മൊമെന്റം ഉണ്ട്, ടൈം ഉണ്ട്, ഫോഴ്സ് ഉണ്ട്. മൊമെന്റം, ടൈമും ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ. സോ നമുക്ക് ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ പി ഈസിക്കൽ എ ടി മൈനസ് ബി ടി സ്ക്വയർ ആണ്. സോ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ അതിനെ അവിടെ വെക്കാൻ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ ഇൻറ്റു 1, അതായത് എ ആയി, മൈനസ് ബി ഇൻറ്റു 2t, അതായത് ബി 2t ആയി. ഇതാണ് ഡി പി ബൈ ഡി ടി കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോഴ്സ് അല്ലെ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു എ മൈനസ് 2bt. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫസ്റ്റ് കാര്യം എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ് ആദ്യം ഉപയോഗിച്ച ഐഡിയ. ഓക്കെ, സോ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് മൊമെന്റം വെൻ ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾ ബിക്കംസ് 0. മൊമെന്റം ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾ ബിക്കംസ് 0. പാർട്ടിക്കിളിന്റെ മേലെ ഫോഴ്സ് 0 ആകും. അതായത് ഫോഴ്സ് 0 ആക്കി എ മൈനസ് 2bt ആയി. അതിന് നമുക്ക് ടി എത്ര കിട്ടാം? ടി വിൽ ബി ഈക്വൽ ടു എ ബൈ 2b എന്നാവും. സോ ടൈം എ ബൈ 2b ആവുമ്പോഴാണ് ഫോഴ്സ് 0 ആവുന്നത്. ടൈം എ ബൈ 2b ആവുമ്പോൾ ഫോഴ്സ് എന്താവും? 0 ആവും. സോ നമ്മളോട് ചോദിച്ച മൊമെന്റ് അല്ലേ, ആ സമയത്തുള്ള മൊമെന്റ് അല്ലേ. സോ ആ സമയത്തിലാണ് എ ബൈ 2b. സോ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ബൈ 2b മൈനസ് ബി ഇൻറ്റു എ ബൈ 2b ഹോൾ സ്ക്വയർ. സോ അതെന്തായി? എ സ്ക്വയർ ബൈ 2b മൈനസ് എ സ്ക്വയർ ബി ബൈ 4b സ്ക്വയർ. ഇവിടെ ഈ ബി സ്ക്വയറിന്റെ സ്ക്വയറും മേലെയുള്ള ബിയും കട്ട് ചെയ്ത് പോയി.
സോ ഇത് നമുക്ക് എന്താക്കി പറയാം, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 4b ആയി. അതേപോലെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2a² മൈനസ് a² അതായത് a² ആയി, ഡിവൈഡ് ബൈ 4b. a² ബൈ 4b എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. സോ ഇതിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒന്നുകിൽ മാസ് ഇൻറ്റു വെലോസിറ്റിന്റെ യൂണിറ്റ്, അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താക്കി പറയാം, എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ. സോ ഡി പി എന്ന് പറഞ്ഞത് എഫ് ഡി ടി അല്ലേ. എഫ് എന്ന് പറഞ്ഞ ന്യൂട്ടൺ, ഡി ടി എന്ന് പറഞ്ഞ സെക്കൻഡ്. സോ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ന് പറയാം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, സോ മൊമെന്റത്തിന്റെ സംഭവം കിട്ടിയിരിക്കുകയാണ് a² ബൈ 4b. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് വെൻ മൊമെന്റം ബിക്കം 0. സോ മൊമെന്റം 0 ഇക്വേറ്റ് ചെയ്യാം. സോ 0 ഈക്വൽസ് at മൈനസ് bt². സോ അതിൽ നിന്നും bt² ഈസ് ഈക്വൽ ടു at, അതായത് bt ഈസ് ഈക്വൽ ടു a, അതായത് t ഈസ് ഈക്വൽ ടു a ബൈ b. ഈ ടൈമിലാണ് മൊമെന്റം 0 ആവുന്നത് അല്ലെ, ഈ ടൈമിലാണ് മൊമെന്റം 0 ആവുന്നത്. സോ ഫോഴ്സ് വെൻ മൊമെന്റം ബിക്കം 0 എന്ന് പറയുന്നത് നമുക്ക് ഈ ടൈം ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ കൊടുത്താൽ മതി. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു a മൈനസ് 2b ഇൻറ്റു a ബൈ b. b കട്ട് ചെയ്ത് പോയി. സോ a മൈനസ് 2a, അതായത് a മൈനസ് 2a എന്ന് പറയുമ്പോൾ മൈനസ് a ന്യൂട്ടൺ. ഇത്രയും ന്യൂട്ടൺ ഫോഴ്സ് ആവുമ്പോഴാണ് മൊമെന്റം 0 ആവുന്ന സമയത്തുള്ള ഫോഴ്സ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നമ്മൾ ഉപയോഗിച്ച ഐഡിയ എഫ്ഇസിയുടെ ഡി പി ബൈ ഡി ടി ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷിയേഷന്റെ ടെക്നിക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും വളരെ സിമ്പിൾ ആണ് എന്നുള്ള കാര്യം. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ, വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു 2t പ്ലസ് 4k മാസ് ഈക്വൽസ് 5 kg സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ഫൈൻഡ് വെലോസിറ്റി അറ്റ് t ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വായിച്ചപ്പം മനസ്സിലായ കാര്യങ്ങൾ. സോ അതിന് നമുക്ക് റീഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഇവിടെ വെലോസിറ്റി ആണ് ചോദിച്ചത് അല്ലെ. സോ ഇവിടെ ആരൊക്കെ ഉള്ളത്, ഫോഴ്സ്, ടൈം, മാസ്, വെലോസിറ്റി, ഇങ്ങനെ ഉള്ള ആളുകളാണ് ഉള്ളത്. സോ ഇത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ്, ഇത് ഇൻവോൾവ് ആവുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്. സോ നമുക്കറിയാം നമ്മൾ എഫ്ഇസിയുടെ ഡി പി ബൈ ഡി ടി വെച്ചുള്ള ഇക്വേഷൻ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോ അങ്ങനെ അറിയില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചാപ്റ്റർ ഇതുവരെ പഠിച്ചതിൽ ഈ ഫോഴ്സും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ വരുന്നത് എഫ്ഇസിയുടെ ഡി പി ബൈ ഡി ടി ആണ്. പിന്നെ ഈ പി എന്ന് പറയുന്നതിൽ മാസ് ഇൻറ്റു വെലോസിറ്റി വരുന്നുണ്ട്. സോ ആ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഏത് ഇക്വേഷനാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ റീഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലായി. സോ അതിന് നമുക്ക് കിട്ടിയ ഐഡിയ എന്താണ്, എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. സോ ഇവിടെ ഡി പി എന്ന് പറയുന്നത് നമുക്ക് എഫ് ഡി ടി ആക്കും. അങ്ങനെ സാർ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്, കാരണം നമ്മളോട് ചോദിച്ചത് ഈ വെലോസിറ്റി എത്രയാണെന്നാണ്. ഇവിടെ നമ്മള് പി എന്ന് പറഞ്ഞ ടേമിലാണ് വെലോസിറ്റി വരുന്നത്. പി എന്ന് പറയുന്നത് എം ഇൻറ്റു വി ആണ്, അതിലാണ് വെലോസിറ്റി വരുന്നത്. സോ അതുകൊണ്ട് അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സാർ അത് എന്തിനാ സാർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഫോഴ്സ് വേരിയബിൾ ആണ്, ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അതുകൊണ്ട് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ നമുക്ക് ഇങ്ങനെ ഇതാം, ഡി വെക്ടർ പി ഇസ് ഈക്വൽ ടു വെക്ടർ എഫ് ഡി ടി അല്ലെ. വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഡി വെക്ടർ പി ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ ഡി വെക്ടർ പി ഇസ് ഈക്വൽ വെക്ടർ എഫ് ഡി ടി. ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇവിടെ വെക്ടർ എഫ് ഡി ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടും ഇന്റഗ്രൽ വെക്ടർ എഫ് എന്ന് പറയുന്നത് 2ti cap. സോ 2t dt I cap പ്ലസ് ഇന്റഗ്രൽ 4 dt k cap എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ d വെക്ടർ p ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ആണ് ചോദിച്ചത്. സോ നമുക്ക് ഇവിടെ 5 സെക്കൻഡിലുള്ള ഇവിടെ ഇടാം. പിന്നെ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ 0 സെക്കൻഡിൽ എന്ന് വെക്കാം. സോ 0 സെക്കൻഡ് ആകുമ്പോൾ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള മൊമെന്റം 0 ആണ്. അതിന് 5 സെക്കൻഡുള്ള വെലോസിറ്റിയാണ് അറിയേണ്ടത്. അതിന് നമ്മൾ 5 സെക്കൻഡുള്ള മൊമെന്റം അറിയണം. അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്ടർ പി ഫൈനൽ എന്ന് എഴുതാണ്. സോ ഇവിടെ എന്തായി, വെക്ടർ പി ഫൈനൽ മൈനസ് 0 മൈനസ് വെക്ടർ 0 അതായത് 0 ഈക്വൽസ് ഇന്റഗ്രൽ 2t dt. സോ ഇവിടെ t² ബൈ 2 വരും. 2 കട്ട് ചെയ്ത് പോകും, t² ആവും. സോ ഇവിടെ t² ആണ് നമ്മൾ 0 to 5 വരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പ്ലസ്
പിന്നെ ഇന്റഗ്രൽ 4dt k ക്യാപ്, ഇവിടെ ഐ ക്യാപ് ഉണ്ട്, 4dt ക്യാപ് k ക്യാപ് എന്ന് പറയുമ്പോൾ 4t ആവും. സോ ഇവിടെ 4t എന്ന് പറയുന്നത് 0 to 5 വരെയാണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യാം, വെക്ടർ p ഫൈനൽ ഈസ് ഈക്വൽ ടു 25 ഐ ക്യാപ് പ്ലസ് 4 into 5 എത്ര 20. ഇവിടെ ഞാൻ k ക്യാപ് ഇടാൻ മറന്നുപോയി. സോ ഇവിടെ 20 k ക്യാപ്. സോ വെക്ടർ p ഫൈനൽ ഈസ് ഈക്വൽ 25 ഐ ക്യാപ് പ്ലസ് 20 k ക്യാപ് എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ വന്നത്. ഈ വെക്ടർ പി ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു വെക്ടർ വി ഫൈനൽ. അതാണ് 25 ഐ ക്യാപ് പ്ലസ് 20 കെ ക്യാപ്. സോ വെക്ടർ വി ഫൈനൽ എന്ന് പറഞ്ഞത് 25 ഡിവൈഡ് ബൈ മാസ് എത്രയാണ് 5. സോ ഇവിടെ 5 ഐ ക്യാപ് പ്ലസ് 20 ബൈ 5 കെ ക്യാപ്. സോ ഇവിടെ നമുക്ക് കിട്ടും 5 ഐ ക്യാപ് പ്ലസ് 4 കെ ക്യാപ്. ഇതാണ് വെക്ടർ വി ഫൈനൽ ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ നോക്കാം, നമ്മൾ ചെയ്തെന്താണ്, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന ആൾക്കാർ ഫോഴ്സ്, ടൈം, മാസ്, വെലോസിറ്റി ആണ്. ഇത് ഇൻവോൾവ് ആവുന്ന ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ഡി വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു ഡി വെക്ടർ പി ബൈ ഡി ടി ആണ്. അതിൽ നമ്മൾ ഡി വെക്ടർ പി ലെഫ്റ്റ് സൈഡിൽ എടുത്തത് എന്തിനാ ലെഫ്റ്റ് സൈഡിൽ എടുത്തത്, കാരണം നമ്മളോട് ചോദിച്ചത് വെലോസിറ്റി ആണ്. ഡി വെക്ടർ പിയിലാണ് വെലോസിറ്റി വരുന്നത്, അതുകൊണ്ട് ഡി വെക്ടർ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചു. അതിനുശേഷം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈം 0 ആവുന്ന സമയത്ത് മൊമെന്റം 0 ആണ്. കാരണം സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാ പറയുന്നത്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈം 0 ഇട്ട്. ആ സമയത്തുള്ള വെലോസിറ്റി 0 അല്ലേ, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി 0 അല്ലേ. സോ മാസ് ഇൻറ്റു വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 0 ഇട്ടത്. അതിനുശേഷം ഇവിടെ 5 സെക്കൻഡ് അല്ല ആവുമ്പോൾ ആ സമയത്ത് മൊമെന്റം നമ്മൾ വെക്ടർ പി ഫൈനൽ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് യാതൊരു പ്രശ്നമില്ല, ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ പറഞ്ഞു വെക്ടർ പി ഫൈനൽ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെക്ടർ വി ഫൈനൽ ആണ്. അതിൽ നിന്ന് നമ്മൾ വെക്ടർ വി ഫൈനൽ കിട്ടി. ഇതാണ് നമ്മൾ സമ്മറി ആയിട്ട് പഠിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇങ്ങനത്തെ റിലേഷൻ വന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കാണാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇത് ഒരു മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് പറയാം. സെക്കൻഡ് മെത്തേഡ് ഞാൻ പറയുന്ന മുമ്പായിട്ട് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കാം, ഈ വേരിയബിൾസ് ഇൻവോൾവ് ആയിട്ട് വരുന്ന വേറെ ഇക്വേഷൻ ഏതാണ് ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കണം. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഇവിടെ രണ്ടാമതായിട്ട് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഇവിടെ വെലോസിറ്റിയും ടൈമും ഈ ഇക്വേഷൻ വന്നു, വിയും ടിയും ഈ ഇക്വേഷൻ വന്നു. പക്ഷെ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ എ തന്നിട്ടില്ലല്ലോ, പക്ഷെ എ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും, എഫ് ബൈ എം എന്നാക്കി എഴുതാൻ പറ്റും. അതായത് എഫ് ബൈ എം ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അതിൽ നിന്ന് നമുക്ക് ഡി വി ഈസ് ഈക്വൽ ടു എഫ് ഡി ടി ബൈ എം എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, റൈറ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വെലോസിറ്റി കാണാൻ വേണ്ടി പറ്റും. ഞാൻ ആ ഇക്വേഷൻ ഇവിടെ വെക്ടർ ഫോമിലേക്ക് മാറ്റി ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡി വെക്ടർ ബി ഈ വെക്ടർ എഫിന്റെ വാല്യൂ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ ഈ ഡി ടി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെയാണ് വന്നത്. ഇനി ടൈം 0 to 5 സെക്കൻഡ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ 0, ഇവിടെ 5, ഇവിടെ 0, ഇവിടെ 5. ഇനി ടൈം 0 സെക്കൻഡ് ആകുമ്പോൾ ബോഡി റെസ്റ്റിലാണ്. സോ ആ സമയത്ത് അതിന്റെ വെലോസിറ്റി 0 ആണ്, അതുകൊണ്ട് ഇവിടെ 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, വെക്ടർ വി ഫൈനൽ ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി പറഞ്ഞത്. ഈ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. എന്ത് കിട്ടും, ഇവിടെ ടി സ്ക്വയർ ബൈ 2 കിട്ടും. ആ 2 കട്ട് ചെയ്ത് പോയി. അപ്പോൾ ബാക്കിയുള്ളത് ടി സ്ക്വയർ ബൈ 5 എന്നാണ്. അത് 0 to 5 വരെ. സോ 5 സ്ക്വയർ ബൈ 5 എന്ന് പറഞ്ഞത് 5 ആവും. സോ ഞാനത് ഉത്തരം ഇവിടെ ഇതാണ്, ഈസ് ഈക്വൽ ടു 5 ഐ ക്യാപ് പ്ലസ് ഇവിടെ 4t ബൈ 5 എന്നാവും. ആ 5 ഈ 5 കട്ട് ചെയ്ത് പോയി, ബാക്കി 4 ഉണ്ടാവും. സോ 5 ഐ ക്യാപ് പ്ലസ് 4 കെ ക്യാപ്. സോ നമുക്ക് നേരത്തെ കിട്ടിയ ഉത്തരം തന്നെ കിട്ടി. സോ ഇവിടെ ചില ആളുകൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉള്ള കാര്യം, നമ്മളോട് വെലോസിറ്റി ചോദിക്കുന്ന സമയത്ത് അവർ നേരെ അവരെ മനസ്സിലേക്ക് ആദ്യം വരാം ഈ ഇക്വേഷൻ ആയിരിക്കും, വെക്ടർ യു പ്ലസ് വെക്ടർ എ ടി. പക്ഷെ ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഈ ഇക്വേഷൻ എപ്പോഴും ഉപയോഗിക്കാം, യൂണിഫോം ആക്സിലറേഷനിലാണ് ഉപയോഗിക്കാം. ഇവിടെ ഇക്വേഷനിൽ ഇവിടെ ആക്സിലറേഷൻ യൂണിഫോം ആണോ? അല്ല. കാരണം ഫോഴ്സ് യൂണിഫോം അല്ലല്ലോ, ഫോഴ്സ് ടൈം അനുസരിച്ച് മാറുന്നുണ്ട്. സോ ആക്സിലറേഷൻ ഇവിടെ ടൈം അനുസരിച്ചിട്ട് മാറും. സോ ഇത് യൂണിഫോം ആക്സിലറേഷൻ അല്ല, അതുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒറിജിനൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഇവിടെ തന്നെയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിന്താബാദ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2 kg മാസ് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം മാസ് ഇൻവോൾവ് ആണ്. ഹാസ് മൊമെന്റം ഇൻവോൾവ് ആണ്. P is equal to 60 square minus 40 Newton second. Find the displacement
between t is equal to 1 second and t is equal to 3 seconds. So ഡിസ്പ്ലേസ്മെന്റും ടൈമും ഇൻവോൾവ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. ഇനി ഇത് നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കൂ, പോസ് ചെയ്ത് ആലോചിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഈ മാസ്, മൊമെന്റം, ഡിസ്പ്ലേസ്മെന്റ്, ടൈം ഇത് ഇൻവോൾവ് ആയിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടോ? എനിക്കൊരു ഇക്വേഷൻ ഇപ്പം ഓർമ്മ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇതിൽ മൊമെന്റം ഉണ്ട്, ടൈം ഉണ്ട്, ഫോഴ്സ് ഉണ്ട്. പക്ഷെ ഫോഴ്സ് ഇവിടെ ആവശ്യമില്ല. സോ ഈ ഇക്വേഷൻ ഉപയോഗിക്കണ്ട, നമുക്ക് വേറെ ഇക്വേഷൻ ഉപയോഗിക്കാം. ഞാൻ ഇപ്പം എനിക്ക് വേറെ ഇക്വേഷൻ കിട്ടി. പി ഈസ് ഈക്വൽ ടു എം വി. ഇവിടെ ഇപ്പം പി ഉണ്ട്, എം ഉണ്ട്, പക്ഷെ ഇയാൾക്കാരില്ല, ഡിസ്പ്ലേസ്മെന്റും ടൈമും ഇല്ല. അപ്പൊ നമ്മൾ ഈ എം വി എന്നുള്ളതിന് പകരം നമുക്ക് ഇങ്ങനെ ആയിരിക്കൂടെ, എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇപ്പൊ നമുക്ക് പി ഉണ്ട്, എം ഉണ്ട്, ഡി എക്സ് ഉണ്ട്, ഡി ടി ഉണ്ട്, എല്ലാവരും ആയി. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്താക്കാം, ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് ഈസ് ഈക്വൽ ടു പി ഡി ടി ബൈ എം. സോ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ട് എല്ലാ വേരിയബിൾസും പറ്റുമെങ്കിൽ എല്ലാ വേരിയബിൾസും ഉള്ള ഇക്വേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആലോചന. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ള കാൽക്കുലേഷനാണ്. ഇതാണ് ഐഡിയ. നീ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേഷനൊക്കെ നിങ്ങൾ അടിപൊളിയല്ല, നല്ല കുട്ടികളാണ്. അപ്പോൾ നോക്കിയോ, ഇപ്പോൾ നമ്മൾ എന്താക്കും, ഇവിടെ ഇന്റഗ്രൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി ടി ഡിവൈഡ് ബൈ എം. ഇനി നോക്കിയേ, ഇന്റഗ്രൽ ഡി എക്സ് എന്താ വരാം, നമ്മളോട് പറഞ്ഞത് പി എന്ന് പറഞ്ഞത് 60 സ്ക്വയർ മൈനസ് 40 ആണ്. സോ നമ്മൾ 60 സ്ക്വയർ ഡി ടി മൈനസ് 4t dt ഡിവൈഡ് ബൈ മാസ്. മാസ് എത്ര എന്നത് 2 kg. സോ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. സോ നമുക്ക് ഇവിടെ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഇവിടെ ഇന്റഗ്രൽ. സോ ഇവിടെ ടൈം 1 സെക്കൻഡ് 3 സെക്കൻഡ് ആണ്. സോ ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 3. ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ നമുക്ക് എന്താ കിട്ടാം, ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് എഴുതാം. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 60 സ്ക്വയർ ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, 6t ക്യൂബ് ബൈ 3. അത് നമ്മൾ 1 to 3 വരെയാണ്. മൈനസ് 4t സ്ക്വയർ ബൈ 2, അതും 1 to 3 വരെയാണ്. പിന്നെ താഴത്ത് എന്താണ് വരുന്നത്, ഡിവൈഡ് ബൈ 2 ഇങ്ങനെ വരും അല്ലേ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൻ പറ്റും, ഇവിടെ 6/3 എന്ന് പറഞ്ഞത് 2i. ഇവിടെ ടി ക്യൂബിന് നമ്മൾ എന്താക്കാം, 3 ഇട്ട് കൊടുക്കാം. സോ ഇവിടെ എന്ത് വരും, 3 ക്യൂബ് മൈനസ് 1 ക്യൂബ്. 6/3 പോയി അല്ലേ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഇവിടെ ഇല്ല, കറക്റ്റാണ്. മൈനസ് 4/2 എന്ന് പറഞ്ഞത് 2i. ഇവിടെ നമുക്ക് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നാവും, ഡിവൈഡ് ബൈ 2 എന്നുണ്ടാവും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 2നെ കട്ട് ചെയ്ത് പോകും. സോ ഇവിടെ 2 എല്ലാം കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് കാണുന്നുണ്ടോ, കാണുന്നത് വിചാരിക്കുകയാണ്. ബാക്കിയുള്ളത് ഉണ്ടാവാം 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇതാണ് ബാക്കി. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 9, 9 × 3 27, മൈനസ് 1 മൈനസ് 3 സ്ക്വയർ മൈനസ് 1, 9 മൈനസ് 1 8. സോ 27 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 26, 26 മൈനസ് 8, 26 മൈനസ് 6 20. സോ അതിൽ നിന്നും 18 ആണ്, 18 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് തരാം. സോ ഒന്ന് ചെക്ക് ചെയ്യാം, നമ്മൾ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് ചെക്ക് ചെയ്യാം, യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. സോ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഐഡിയ, ഇവിടെ മാസ്, മൊമെന്റം, ഡിസ്പ്ലേസ്മെന്റ്, ടൈം ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വേഷനാണുള്ളത്. സോ അതെല്ലാം ഇൻവോൾവ് ആവുന്ന ഇക്വേഷൻ ചെക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തല്ല, അത് ഞാൻ എഫ് ഇസിയുടെ ഡി ടി ബൈ ഡി ടി ഇട്ട് കൊടുത്ത്, പക്ഷേ ഇവിടെ എഫ് ഇല്ല, അതിലേക്ക് എത്തിക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കി, ഏറ്റവും വേറൊരു സിമ്പിളായ ഇക്വേഷൻ എം വി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മളിങ്ങനെ എഴുതിയെടുത്ത്. സോ നിങ്ങളുടെ തലയിൽ പല പല ഇക്വേഷൻസ് വരണം. പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ് നമ്മളെ തല ഇക്വേഷൻസ് ഫാസ്റ്റായിട്ട് വരാം. ഏത് സന്ദർഭത്തിൽ ഏത് ഇക്വേഷൻ വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് വരുത്തണമെങ്കിൽ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കാം, ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ വരും. നിങ്ങളൊരു ഷീറ്റിൽ എല്ലാ ചാപ്റ്ററിലും എല്ലാ ടോപ്പിക്കിലും വരുന്ന ഫോർമുലാസ് ഏതൊക്കെയാണ് പ്രധാന ഐഡിയാസ്, അതെല്ലാം നിങ്ങൾ എഴുതിയിരിക്കണം.
എല്ലാ ചാപ്റ്ററിലും ഒരു സിംഗിൾ പേജ്. അത് ചെറുതാക്കി എഴുതാം, നല്ല വൃത്തിയിലേക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ. മൊമെന്റം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2 kg ഈസ് P is equal to 2x plus 4. 2x plus 4 x വന്ന് ഫോഴ്സ് അറ്റ് x is equal to 2 meter is. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആരൊക്കെ വന്നത്? P, M, X, F. ഇത് ഇൻവോൾവ് ആയിട്ട് ഏത് ഇക്വേഷൻ, എഫ് വെച്ചുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം ഏതാണ്, ഐഡിയ ഏതാണ്, ഐഡിയ നമ്മൾ ആലോചിക്കണം. നമുക്കിതൊന്നും ഒരു വഴിയില്ല. പറ്റുമെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ റിലേഷൻ കണ്ടെത്താൻ പറ്റുമോ നോക്ക്. കിട്ടണം നിർബന്ധമില്ല, പക്ഷെ കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. സോ ഞാൻ എങ്ങനെ ഇതാണ് എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി. ഫോഴ്സ് മൊമെന്റ് തമ്മിലുള്ള റിലേഷൻ ഞാനിങ്ങനെ എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ. എഫ് ഈസിക്കൽ ഡി പി ബൈ ഡി ടി. എനിക്ക് നോക്കിയിട്ട് ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഇവിടെ മൊമെന്റം എക്സിന്റെ ടേമിലാണ് തന്നത് അല്ലേ. നമുക്ക് തന്നത് പി ഓഫ് എക്സ് എന്നുള്ളതാണ്. മൊമെന്റവും എക്സും തമ്മിൽ റിലേഷനാണ് തന്നത്. അപ്പൊ അങ്ങനെ തരണമെങ്കിൽ നമുക്ക് പൊതുവെ ഡി പി ബൈ ഡി എക്സ് ഫോർമാറ്റിലേക്ക് ആക്കണം അല്ലേ എന്നെനിക്ക് തോന്നാട്ടോ. സോ അത് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, ഡി എക്സ് ബൈ ഡി എക്സ്. ഇങ്ങനെ ചെയ്തോണ്ട് എന്താ വേണം, അപ്പൊ നമുക്ക് എന്താക്കാം, ഇവിടെ ഇങ്ങനെ ഡി പി ബൈ ഡി എക്സ് എന്നുള്ള കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ, നമ്മൾ ചെയ്ത് നോക്കണം. സോ നമ്മളിവിടെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായി, ഓക്കെ ഇവിടെ ഡി പി ബൈ ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ബാക്കിയുള്ളത് ആരാണ്, ഡി എക്സ് ബൈ ഡി ടി. അത് വെലോസിറ്റി അല്ലേ. സോ നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഈസ് ഈക്വൽ ടു വി ഡി പി ബൈ ഡി എക്സ്. ഓക്കെ, നമുക്ക് ഡി പി ബൈ ഡി എക്സ് കണ്ടെത്തി നോക്കാം. നമുക്കിവിടെ എഴുതാം ഡി പി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 2x പ്ലസ് 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യലാണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് 4, അതായത് അത് 2 ആണ്. ഡി പി ബൈ ഡി എക്സ് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഫ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം. ഇവിടെ ഡി പി ബൈ ഡി എക്സിന് പകരം 2 ഇട്ട് കൊടുക്കാം. സോ എഫ് ഈസ് ഈക്വൽ ടു 2v എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് കാണേണ്ടത് ഈ വി ആണ്. സാർ വി കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പം നമ്മൾ നോക്കുമ്പോൾ വി കാണാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വന്നു കേട്ടോ. എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല, പഠിച്ചു നന്നായിരിക്കില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്, പി ഈസ് ഈക്വൽ ടു എം വി ആണ്. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു പി ബൈ എം ആണ്. പി ബൈ എം ആണ്. പി തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. നമുക്ക് പി എത്ര വരുന്നത്, പി ഈസ് ഈക്വൽ ടു 2x പ്ലസ് 4. സോ 2x പ്ലസ് 4. എം തന്നിട്ടുണ്ടോ? എം തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എം 2 kg. സോ 2 കട്ട് ചെയ്ത് പോയി. എഫ് ഈസ് ഈക്വൽ ടു എന്തായി, 2x പ്ലസ് 4. സോ എഫിന്റെ റിലേഷനും പിന്റെ റിലേഷനും സെയിം ആയിട്ടാണ് വന്നത്. ഇങ്ങനെ വരണം നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ പി ബൈ എം മാസ് ചിലപ്പോൾ 4 kg ആണെങ്കിൽ 2/4 4 2ഉം ബാക്കി എക്സ് പ്ലസ് 2 എന്നാവും റിലേഷൻ അല്ലേ. മാസ് 4 kg ആണെങ്കിൽ നിർബന്ധമില്ല, ഞാൻ വരണമെന്ന് നിർബന്ധം പിടിക്കരുത്. സോ നമുക്ക് ഇവിടെ എഫ് ഈസ് 2x പ്ലസ് 4 കിട്ടി. ഇത് നമ്മൾ ചോദിച്ചത് എന്താണ്, ഫോഴ്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. സോ നിങ്ങൾ എന്താക്കാം, 2 × 2 പ്ലസ് 4. സോ 4 പ്ലസ് 4 8 മീറ്റർ. ഇതാണ് ഉത്തരം കിട്ടിയത്. സോ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വെറുതെ ഇങ്ങനെ ഇക്വേഷൻ പഠിക്കുന്നതിലെല്ലാം ഇമ്പോർട്ടൻറ്റ് ഈ ഐഡിയ, ഈ കാൽക്കുലേഷനും എല്ലാം ഇമ്പോർട്ടൻറ്റ്. ഈ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇവിടെ മുതൽ ഇങ്ങോട്ട് കാൽക്കുലേഷൻ വരുന്നത്. ഈ ഐഡിയ ഉണ്ടാക്കുന്നത് എഫ് ഈസിക്കൽ വി ഡി പി ബൈ ഡി എക്സ് എന്ന റിലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം നമുക്ക് പിന്നെയും സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. എഫ് ഈസിക്കൽ വി ഡി പി ബൈ ഡി എക്സ്, ഡി പി ബൈ ഡി എക്സ് നമുക്കറിയാം. വി എന്ന് പറഞ്ഞാൽ നമുക്ക് പി ബൈ എം നമുക്ക് എഴുതാൻ പറ്റണം. സോ ഇവിടെ പിക്ക് റിലേഷൻ കൊടുത്തു, അങ്ങനെ ചെയ്ത്. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയ വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പുതിയ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത, ഞാൻ ഇതുവരെ ആലോചിക്കാത്ത എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലപ്പം സാർ ഇങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, ഈ രീതിയിൽ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ മറ്റേ ഓഫ്ലൈൻ ക്ലാസ് ഒന്നുമല്ലല്ലോ, നിങ്ങൾ ആരും ചീത്ത പറയാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കളിയാക്കാനോ അല്ലെങ്കിൽ ആരും കേൾക്കുന്ന പോലുമില്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യും, തീർച്ചയായിട്ടും വിളിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഉത്തരം കിട്ടി. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു
ഡി പി ബൈ ഡി ടി കഴിഞ്ഞ ശേഷം എഫ് ഇസിക്കൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എഫ് ഇസിക്കൽ എം എന്റെ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് വരാം.